അല്ല, 74 വോട്ടിന് ഞാൻ പരാജയപ്പെട്ടുവെങ്കിലും ഞാനത് വിജയമായിട്ടാണ് കാണുന്നത്. കേരളം ഒട്ടാകെയല്ല, മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ ആ മലയാളികൾ മൊത്തം എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് കിട്ടി. എൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് കവടിയാറിലെ ജനങ്ങളുടെ കൂടെ ഉണ്ടാകും. ആ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. ഞാനിവിടെ വാർഡ് നിറഞ്ഞു ജനങ്ങളോടൊപ്പം ചേർന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ കയറുന്നത് തന്നെ വളരെ അപൂർവമായിരുന്നു. കുറച്ച് സമയത്ത് മാത്രം കയറാൻ പറ്റില്ല. 45-ാം ദിവസം നമ്മുടെ മേയർ 21-ാം തീയതി സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 45-ാം ദിവസം നരേന്ദ്രമോദിജി ഇവിടെ വന്നിരുന്ന അതിൻ്റെ പ്രഖ്യാപനം നടത്തി ജനങ്ങൾക്കത് ചെയ്ത് കാണിച്ചു കൊടുക്കാനായിട്ടുള്ള നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സത്യം. നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം തന്നെയായിരുന്നു തിരുവനന്തപുരം നഗരസഭയിൽ നടന്നത്. പ്രധാനമായും നഗരസഭയിൽ എടുത്തു പറയേണ്ട ഒരു വാർഡ് കവടിയാർ വാർഡാണ്. കവടിയാർ വാർഡിൽ കെ എസ് ശബരിനാഥനാണ് വിജയിച്ചത്. എതിർ സ്ഥാനാർത്ഥിയായിരുന്നത് എസ് മധുസൂദനൻ നായരാണ് NDA സ്ഥാനാർത്ഥി. വെറും 74 വോട്ടിൻ്റെ ഇതിലാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അദ്ദേഹമാണ് ഇപ്പോൾ മറുനാടനൊപ്പം ഉള്ളത്. 74 വോട്ടിനാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. എവിടെയാണ് പാളിച്ച സംഭവിച്ചത്? എങ്ങനെയാണ് ഇതിന് നോക്കിക്കാണുന്നത്? അല്ല, 74 വോട്ടിന് ഞാൻ പരാജയപ്പെട്ടുവെങ്കിലും ഞാനത് വിജയമായിട്ടാണ് കാണുന്നത്. കാരണം ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേരിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിത്വമാണ് എനിക്ക് ലഭിച്ചത്. അപ്പോൾ BJP എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൽ സംസ്ഥാന അധ്യക്ഷൻ ഒരു സ്ഥാനാർത്ഥി ഇന്നടത്ത് നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മധുസൂദനൻ നായർ തന്നെ കവടിയാർ നിൽക്കണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനവിടെ സ്ഥാനാർത്ഥിയായത്. അതിന് പുറമെ ഞാൻ പാങ്ങോട് വാർഡിലാണ് എൻ്റെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചിരുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ഒരു നോമിനേഷൻ എന്നെ നോമിനേറ്റ് ചെയ്ത് അദ്ദേഹം എനിക്ക് ഏറ്റവും വലിയൊരു പുണ്യകർമ്മമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം വരുന്നുകൂടല്ല, കേരളം ഒട്ടാകെയല്ല, മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ ആ മലയാളികൾ മൊത്തം എൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് കിട്ടി. അപ്പോൾ അത്രയും ഒരു അംഗീകാരം എനിക്ക് ലഭിക്കാനുള്ള സാഹചര്യം ശ്രീ രാജീവ് ചന്ദ്രശേഖർജി എനിക്ക് നൽകി. അതുകൊണ്ട് ഞാൻ അതോത്താണ് കടപ്പെട്ടിരിക്കുന്നത്. ഒപ്പം പാർട്ടിയോടും പിന്നെ സംഘപരിവാർ അതിലെ കാര്യകർത്താക്കളോടും. പരാജയം ഞാനതൊരു പരാജയമായിട്ട് കാണുന്നില്ല. 74 വോട്ട്, ഒരു 40 വോട്ട് മാറിയുന്നത് ഒരു വോട്ടാണെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു വോട്ടാണ് അവിടുത്തെ നമ്മുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. പക്ഷേ ഇത്രയും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയോട് ഞാൻ അന്നും എൻ്റെ മറുനാടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചോദിച്ചു മറ്റു സ്ഥാനാർത്ഥികൾ. ഞാൻ എല്ലാ സ്ഥാനാർത്ഥിയും കരുത്തുറ്റവരാണെന്ന് പറഞ്ഞു. 100 വാർഡുകളിലും മത്സരിച്ച ആൾക്കാർ കരുത്തുറ്റവരാണ്, ആരും മോശക്കാരല്ല. അപ്പോൾ അങ്ങനെ കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ശബരിനാഥ് എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തോടുകൂടി കാർത്തികേയ സാറിൻ്റെ മകനും ഒപ്പം തന്നെ സുലേഖ ടീച്ചറുടെ മകനുമായ ശ്രീ ശബരിനാഥ് ഒരു ഹൈപ്പുള്ള ഒരു കാൻഡിഡേറ്റാണ്, ഒരു സംശയമില്ല. അപ്പോൾ അത്തരത്തിലുള്ള അദ്ദേഹത്തോടൊപ്പം മത്സരിക്കാൻ ഞാൻ 15 ദിവസത്തെ ഗ്യാപ്പിലാണ് ഞാനിവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോയിട്ട്. ആ 15 ദിവസം കൊണ്ട് എൻ്റെ കൂടെ കുറേ പ്രവർത്തകർ സംഘത്തിൻ്റെ പ്രവർത്തകരൊപ്പം തന്നെ പാർട്ടിയുടെ എന്നോട് ആത്മാർത്ഥമുള്ള പ്രവർത്തകർ, ഞാൻ എടുത്തു പറയണം, എന്നോട് ആത്മാർത്ഥമുള്ള പ്രവർത്തകർ എന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ 74 വോട്ടിന് പരാജയപ്പെടുത്തത്. അത് ഞാനൊരു വിജയമായിട്ട് തന്നെ ഇപ്പോഴും പറയുന്നു. പക്ഷേ അത് രാജീവ് ചന്ദ്രശേഖർജിക്ക് ഉണ്ടായ ഒരു മനോവിഷമം. അദ്ദേഹം ഇന്നലെ ഞാൻ സംസ്ഥാന ഓഫീസിൽ പോയപ്പോൾ എന്നെ പേഴ്സണലായിട്ട് എന്നെ വിളിച്ചുകൊണ്ട് റൂമിൽ കൊണ്ട് അദ്ദേഹം പറഞ്ഞു, മധു വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞു. എനിക്ക് അദ്ദേഹം ഒരു അംഗീകാരം നൽകി, അതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു, ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി. തീർച്ചയായിട്ടും അത് തന്നെയാണ്. പക്ഷേ എനിക്കൊരു വിഷമം, ഞാൻ ഇന്നലെ തന്നെ എൻ്റെ വാർഡിൽ എല്ലാ വോട്ടർമാരും ഞാനത് ജയിച്ചാലും തോറ്റാലും ചെയ്യുന്നുള്ള ചിന്ത എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. എല്ലാ വോട്ടർമാരും കാണാൻ വേണ്ടിയിട്ട് ഞാൻ വീടുകളിൽ സന്ദർശനം ഇന്നലെ മുതൽ തുടങ്ങിയപ്പോൾ ഓരോ വീടുകളും ചെന്നപ്പോഴുണ്ടായിരുന്ന എനിക്ക് സ്വീകാര്യത. അവരെല്ലാം വോട്ട് ചെയ്തോ ഇല്ലെന്നുള്ളതല്ല, ആ സ്വീകാര്യത എന്നെ വളരെയധികം വിഷമിക്കുക മാത്രമല്ല, എനിക്ക് വളരെയധികം ആഹ്ലാദപരവും കൂടെ ആക്കി. കാരണം ഇത്രയും ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നുള്ളതാണ്. മനസ്സിലായില്ലേ? കവടിയാറിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനസമൂഹം കവടിയാറിലെ ഒപ്പം എനിക്ക് ചേർന്ന് നിൽക്കാൻ സാധിച്ചില്ല. ഞാൻ വോട്ട് ചോദിച്ച് പോയപ്പോഴും അവരെന്നോട് ആവശ്യപ്പെട്ടത്, സാർ ഇന്നത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. എൻ്റെ പ്രവർത്തകർ പറഞ്ഞു, മനുഷ്യേട്ടൻ വന്നാൽ ഇത് ചെയ്യുക, അത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒറ്റ വാക്ക്, ഞാൻ ഇതൊന്നും പറയുന്നില്ല. എൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് കവടിയാറിലെ ജനങ്ങളുടെ കൂടെ ഉണ്ടാകും. ആ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ള ആ വാക്കിനകത്ത് എല്ലാ അർത്ഥങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ രീതിയിലാണ് ഞാൻ പ്രചരണം നടത്തിയത്. പക്ഷേ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രയധികം വോട്ട് സമാഹരിച്ചുകൊണ്ട് എനിക്ക് ജയിക്കാൻ സാധിച്ചത് എൻ്റെ പ്രവർത്തകരുടെ കാര്യകർത്താക്കളുടെ ഒപ്പം തന്നെ പ്രവർത്തകരുടെ കാര്യം പറയുമെങ്കിൽ തന്നെയും ആത്മാർത്ഥതയുള്ള പ്രവർത്തകരുടെ പറയുന്നത്. അതിനകത്ത് ആ ആത്മാർത്ഥതയുള്ള കുറേ പ്രവർത്തകരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലമായിരുന്നു എനിക്ക് 74 വോട്ടിൻ്റെ പരാജയം ഉണ്ടായത്. അത് അവർക്ക് വളരെയധികം മനോവിഷമം ഉണ്ടാക്കി. എന്നോട് ഇപ്പോൾ ചേർന്ന് പ്രവർത്തിച്ച ആത്മാർത്ഥമുള്ള പ്രവർത്തകർക്ക് കുറേ മനോവിഷമം ഉണ്ടാക്കിയുള്ളത് വലിയൊരു വസ്തുതയാണ്. എന്തായാലും നല്ലൊരു വിജയമാണ്
അവിടെ എനിക്ക് കിട്ടി. ആ പരാജയത്തെ വിജയമായി തന്നെ കാണുകയാണ്. അതുകൊണ്ടാണ് ഞാൻ നല്ലൊരു വിജയമാണെന്ന് പറയാൻ കാര്യം. അതാണ് കഴിഞ്ഞ ദിവസം ആർ ശ്രീലേഖ ഉൾപ്പെടെ പറഞ്ഞിരുന്നു ശാസ്തമംഗലത്തെ വിജയത്തിനുള്ള പ്രധാന കാരണം മധുച്ചേട്ടനാണ് എന്ന്. വിജയത്തിന്റെ 50% ഇദ്ദേഹത്തിനുള്ളതാണ്. ഇദ്ദേഹം ശാസ്തമംഗലത്ത് ചെയ്തിട്ടുള്ള വികസനങ്ങളുടെ ഒരു വലിയ ഒരു പിന്തുണയാണ് എനിക്കിപ്പോ ശാസ്തമംഗലത്ത് ലഭിച്ച വോട്ടുകൾ കാണിക്കുന്നത്. ഇദ്ദേഹം ചെയ്ത എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ഒരു വിജയിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അവിടെ പരാജയപ്പെട്ടാൽ എനിക്ക് പിന്നെ വലിയ റെഡിയായി പോകാൻ. അതെ അതെ, നമ്മൾ ഭൂരിപക്ഷം നല്ല ഉറപ്പിച്ചു, ഭയങ്കര ഭൂരിപക്ഷം. അല്ല, ആ മാഡത്തിന്റെ ആ കമന്റിന് ഞാൻ വളരെ നന്ദി പറയുക. ഒരു സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞിട്ടും പറയുന്നു ഞാൻ വിജയിച്ചത് ഇത്രയധികം ഒരു ഇത്രയധികം ഒരു അംഗീകാരമുള്ള ശ്രീലേഖ IPS പോലുള്ള ഒരു മാഡം മധുസൂദനൻ നായരുടെ ചെയ്തതിൻ്റെ കഴിഞ്ഞ 5 വർഷം ചെയ്ത ശാസ്ത്രവാടി ചെയ്തതിൻ്റെ ആ ഗുണമാണ് എനിക്ക് ലഭിച്ചതെന്ന് അത് മാഡം പറഞ്ഞെങ്കിൽ ആ മാഡത്തിൻ്റെ മനസ്സിനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അത്രയും വളരെ ആ ഒരു അംഗീകാരം ഞാൻ നൽകുകയാണ്. എനിക്കൊരു ഒരു ഒരു മോട്ടിവേഷൻ എനിക്ക് നൽകിയെന്നുള്ളതാണ്. എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട്. ശാസ്ത്രമംഗലത്തെ ജനങ്ങൾ നമ്മൾ കഴിഞ്ഞ 2020 CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും 2 മുൻ കൗൺസിലർമാർ നിന്ന അവസരത്തിലാണ് ഞാൻ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. എന്നും യാദൃച്ഛികമായി ഇവിടെ വന്ന് അങ്ങനെ വന്ന് ഇവിടുത്തെ ജനങ്ങൾ എന്നെ സ്വീകരിച്ചു. പാങ്ങോട് ചെയ്ത പ്രവൃത്തിയുടെ അതിൻ്റെ ഒരു ഫലമായി ശാസ്ത്രമംഗലം നിവാസികളും എന്നെ വോട്ട് ചെയ്ത് 321 വോട്ടിന് അന്ന് എന്നെ ജയിപ്പിച്ചു. ഒപ്പം തന്നെ ഞാനിവിടെ വാർഡ് നിറഞ്ഞു ജനങ്ങളോടൊപ്പം ചേർന്നു. ഞാൻ എൻ്റെ വീട്ടിൽ കയറുന്നത് തന്നെ വളരെ അപൂർവമായിരുന്നു. കുറച്ച് സമയത്ത് മാത്രമേ കയറാൻ പറ്റൂ. അത്രയധികം ഞാൻ വാർഡിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു. കുറവുകളുണ്ട്, എല്ലാം പൂർണ്ണതാണെന്ന് ഞാൻ പറയുന്നില്ല, കുറവുകളുണ്ട്. നമ്മളെ നഗരസഭയുടെ കഴിഞ്ഞ CPM നേതൃത്വം നൽകുന്ന LDF-ൻ്റെ ഭരണ നേതൃത്വം നൽകിയ ഫണ്ടിൻ്റെ അപര്യാപ്തത നിലനിന്നിരുന്നുവെങ്കിൽ തന്നെയും പരമാവധി കാര്യങ്ങൾ എല്ലാ വാർഡുകളും ഏകദേശം 16ഓളം റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാ മേഖലകളിലും ഏറെക്കുറെ പണികൾ ചെയ്യാൻ വേണ്ടി എനിക്ക് സാധിക്കുകയുണ്ടായി. ജനങ്ങളുടെ എല്ലാ വിഷമങ്ങളിലും ഞാൻ സുഖത്തേക്കാൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ഞാൻ പ്രവർത്തിച്ചു. ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും എന്നെ സ്നേഹിച്ചു എന്നുള്ളതാണ്. എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും, അതുപോലെ എല്ലാ ജാതി മത വർണ്ണ വ്യത്യാസമില്ലാത്ത എല്ലാ ആൾക്കാരും എന്നെ സ്നേഹിച്ചു. അവരുടെ ആ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് 708 വോട്ടിന് ശ്രീലേഖ മാഡം ജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ലായിരുന്നു. പക്ഷേ ഇത്രയധികം ഭൂരിപക്ഷം നൽകിയത് എന്നോടുള്ള സ്നേഹം കൂടെ ഇവിടുത്തെ ശാസ്ത്രമംഗലം നിവാസികൾ ശ്രീലേഖ മാഡത്തിന് വേണ്ടി വിനിയോഗിച്ചു എന്നുള്ളതാണ് എൻ്റെ സത്യം. അത് മാഡം തന്നെ തുറന്നു പറയുകയുണ്ടായാൽ വളരെ ഞാൻ സംതൃപ്തനാണ്. പൊതുവെ BJP-യുടെ ഒരു വിജയത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് തലസ്ഥാനം? BJP-യുടെ വിജയം ഇതൊരു ഇത് ജനം നേരത്തെ തീരുമാനിച്ച കാര്യമാണ്. ഏകദേശം കഴിഞ്ഞ ആര്യ രാജേന്ദ്രൻ്റെ ഭരണം വന്നു കഴിഞ്ഞ ഒരു വർഷത്തിനകത്ത് തന്നെ ജനങ്ങൾ തീരുമാനിച്ചു. അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അടുത്ത 2025 നടക്കുന്ന നഗരസഭ ഇലക്ഷനിൽ BJP തന്നെ അധികാരത്തിൽ കൊണ്ടുവരണമെന്ന് ജനം ഭൂസമൂഹം മൊത്തം തീരുമാനിച്ച് കഴിഞ്ഞില്ലേ. അതുകൊണ്ട് ആ വിജയം നരേന്ദ്രമോദിയുടെ വിജയമാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർജിയെ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം തിരുവനന്തപുരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിരവധി പദ്ധതികൾ ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് നിരവധി ഫണ്ടുകൾ, നിരവധി പദ്ധതികൾ തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ വേണ്ടി തിരുവനന്തപുരത്തിൻ്റെ പുതിയൊരു തിരുവനന്തപുരമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു പ്രൗഢിയിലുണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അറിയാലോ, ഒരു പ്രൗഢിയിൽ നിലനിന്നിരുന്ന കാലഘട്ടമായിരുന്നു തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത്. ആ പ്രൗഢിയിലേക്ക് കൊണ്ടുവരുന്നതിനും ഒപ്പം തന്നെ ജനങ്ങളുടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങൾക്കും മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാനായിട്ടുള്ള പദ്ധതികൾ നരേന്ദ്രമോദിജി ആവിഷ്കരിച്ചിരിക്കുന്നു. ആ നരേന്ദ്രമോദിജിയുടെ ആ സ്വപ്ന പദ്ധതികൾ തിരുവനന്തപുരത്ത് നടപ്പിലാക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർജി ഇപ്പോഴേ തയ്യാറായി നിൽക്കുന്നു. മേയർ എന്നുള്ള അല്ല പ്രധാനം. രാജീവ് ചന്ദ്രശേഖർജി തിരുവനന്തപുരത്തെ ഒരു വലിയൊരു ഒരു തലസ്ഥാനമായ തിരുവനന്തപുരത്തെ ഒരു വലിയൊരു ഉച്ചസ്ഥായിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള പദ്ധതികളുമായിട്ട് രാജീവ് ചന്ദ്രശേഖർ നിൽപ്പുണ്ട്. വരുന്ന മേയർ, ആ മേയർക്ക് നിരവധി കാര്യങ്ങൾ തിരുവനന്തപുരത്ത് ചെയ്തുകൊണ്ട് ഇനി വരും കാലങ്ങളിലും BJP ഇനി ഇവിടെ നിന്ന് തുടച്ചു മാറ്റാൻ പറ്റത്തില്ല. ഇതിൻ്റെ പ്രതിഫലനം തീർച്ചയായിട്ടും അസംബ്ലി മത്സരങ്ങളിൽ ഉണ്ടാവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം ജനം BJP-യെ അവരുടെ മനസ്സിലേറ്റിക്കഴിഞ്ഞു, അവരുടെ ഹൃദയത്തിലേറ്റിക്കഴിഞ്ഞു. BJP-യെ കൊണ്ട് ഇനി ഇവിടെ രക്ഷയുള്ളൂ എന്നുള്ള ജനം തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു നല്ലൊരു അവസരമാണ് ഇവിടുത്തെ 10-12 ലക്ഷത്തോളം വരുന്ന തിരുവനന്തപുരം നിവാസികൾക്ക്. അനന്തപത്മനാഭം കുടികൊള്ളുന്ന അനന്തപുരിയിലെ തിരുവനന്തപുരം നഗരസഭ ഇനി അടുത്ത മേൽ ഉയർന്നു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. BJP അതിനു വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ മനസ്സിനകത്ത് ഇപ്പോഴേ കുറിച്ചിട്ടിട്ടുണ്ട്. അത് 45-ാം ദിവസം നമ്മുടെ മേയർ 21-ാം തീയതി സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 45-ാം ദിവസം നരേന്ദ്രമോദിജി ഇവിടെ വന്നിരുന്ന അതിൻ്റെ പ്രഖ്യാപനം നടത്തി ജനങ്ങൾക്കത് ചെയ്ത് കാണിച്ചു കൊടുക്കാനായിട്ടുള്ള നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് BJP തന്നെയാണ് ഇനി ജനങ്ങളുടെ ആശ്രയം. എന്തായാലും കവടിയാർ വാർഡിൽ 74 വോട്ടുകൾക്കാണ്
മധുവേട്ടൻ, എല്ലാവരും മധുചേട്ടൻ എന്നാണ് വിളിക്കാറ്, ഞാനും ഉൾപ്പെടെ മധുവേട്ടൻ എന്നാണ് വിളിക്കാറ്. അദ്ദേഹം 74 വോട്ടിനാണ് പരാജയപ്പെട്ടത്. എന്തായാലും ഇക്കഴിഞ്ഞ ദിവസം ആർ ശ്രീലേഖ ഉൾപ്പെടെ പറഞ്ഞത് ശാസ്തമംഗലം വാർഡിൽ താൻ വിജയിക്കാൻ ഒരു പ്രധാന കാരണമായത് മധുചേട്ടൻ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളാണ്, വികസന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ മധുചേട്ടൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കവടിയാർ വാർഡിലെ ജനങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകും, അങ്ങനെ തന്നെയാണ്, ആ ഒരു ഉറപ്പാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് BJPയുടെ ഏതൊരു പരിപാടി ഉണ്ട് എങ്കിലും അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു നേതാവാണ്. മുതിർന്ന BJP നേതാക്കൾക്കൊപ്പം തന്നെ അദ്ദേഹത്തെ കാണുവാനും സാധിക്കും. ഇനി വരും ദിവസങ്ങളിലും വരും നാളുകളിലും അദ്ദേഹം വികസനത്തിനൊപ്പവും ജനങ്ങൾക്കൊപ്പവും ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് തന്നെയാണ് നമുക്കും നൽകുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.